തിരശീലയിൽ അനീതിക്കെതിരെ പടപൊരുതിയവർ പൊതുരംഗത്തെത്തുമ്പോൾ കുറച്ച് വൈകാരികമായാണ് തമിഴ് ജനത അവരെ ചേർത്തു നിർത്തുന്നത്. അണ്ണാദുരയും കരുണാനിധിയും MGRും ജയലളിതയും മുതൽ വിജയ് വരെ അങ്ങനെ തന്നെ. ആ അതിരുവിട്ട വൈകാരിക അടുപ്പവും സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയും ഒന്നു ചേർന്നതാണ് കരൂരിൽ നമ്മൾ കണ്ടത്. ജനസേവനത്തിനിറങ്ങിയ സൂപ്പർ സ്റ്റാറിന് സുരക്ഷയൊരുക്കുന്ന കറുത്ത കുപ്പായക്കാരൻ ആരാധകനെ എടുത്ത് താഴേക്കെറിയുന്ന വീഡിയോ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. വിജയുടെ സുരക്ഷാ സേന അതിനു മുമ്പും കുപ്രസിദ്ധമാണ്. മധുര വിമാനത്താവളത്തിന് പുറത്ത് അംഗരക്ഷകൻ ആരാധകന് നേരെ തോക്കു ചൂണ്ടുന്നതും നമ്മൾ കണ്ടു. അനുയായിയുടെ ദുരൂഹ മരണവും നീണ്ട വിവാദമായി. തമിഴക വെട്രിക്കഴകം പാർട്ടി പ്രഖ്യാപിച്ചതു മുതൽ വിജയെ പിന്തുടരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ കരൂർ ഒരു കറുത്ത പാടാണ്. അവിടെ വിജയെ കാണാൻ വന്നവരിൽ വെള്ളം കിട്ടാതെയും ശ്വാസം കിട്ടാതെയും തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർ 40ഓളം പേരാണ്. പരിക്കേറ്റവർ 100-ലേറെ പേർ. കരൂരിലെ സംഭവത്തിന് ആരാണ് ഉത്തരവാദികൾ? 10,000 പേർക്ക് മാത്രം ഒത്തുകൂടാൻ അനുമതി നൽകിയ സ്ഥലത്ത് 1.5 ലക്ഷത്തിലേറെ പേർ വന്നെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്? ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? അതിൽ സ്റ്റാലിന്റെ പോലീസിന് ഉത്തരവാദിത്തം ഒന്നുമില്ലേ? താരമൂല്യത്തിന് മേൽ ആളെ കൂട്ടുന്നവർക്ക് അണികളുടെ ജീവനിൽ ഉത്തരവാദിത്തം. കരൂരിൽ എന്താണ് സംഭവിച്ചത്? ചെന്നൈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴക വെട്രിക്കഴകം നേതാവ് വിജയ് നടത്തുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായിരുന്നു കരൂരിലെ റാലി. ഉച്ചയോടെ വിജയ് കരൂരിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ ജനപ്രവാഹമായിരുന്നു പരിസരത്ത്. പക്ഷെ വിജയ് എത്താൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വൈകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട കാത്തിരിപ്പും കനത്ത ചൂടും കാരണം പലരും തളർന്നു വീഴാൻ തുടങ്ങി. രാത്രി 7 മണിയോടെ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് ദുരന്തമുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിനടുത്തേക്ക് എത്താൻ ആളുകൾ ശ്രമം നടത്തി. ഇതിനിടയിൽ ഇവർ തെന്നി വീണു. ആളുകൾ കൂട്ടത്തോടെ വീണതോടെ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. വീണവരുടെ ശരീരത്തിൽ ചവിട്ടി മറ്റുള്ളവർ പരക്കം പാഞ്ഞതോടെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി. ആളുകൾ തളർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് പ്രസംഗം പാതി വഴിയിൽ നിർത്തി. തുടർന്ന് തന്റെ പ്രത്യേക പ്രചാരണ വാഹനത്തിൽ നിന്ന് ജനക്കൂട്ടത്തിലേക്ക് കുടിവെള്ള കുപ്പികൾ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പ്രദേശത്തു നിന്നും ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തിരക്ക് പ്രതിബന്ധമായി. സ്ഥലത്തെത്തിയ ആംബുലൻസുകൾക്ക് കനത്ത ജനക്കൂട്ടം കാരണം പരിക്കേറ്റവരുടെ അടുത്തേക്ക് എത്താനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി. അനിയന്ത്രിതമായ ജനത്തിരക്കും തെരുവുകളിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതിരുന്നതും അപകടത്തിലേക്ക് നയിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഗുരുതരമായ സുരക്ഷാ പാളിച്ചകളാണ് റാലിയിൽ ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് സുരക്ഷ ഉറപ്പാക്കിയത് വിജയ്ക്ക് മാത്രമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും വിജയെ വൈകിയത് ഈ ദുരന്തത്തിന് കാരണമായി തുടങ്ങി ആക്ഷേപങ്ങളും ശക്തമാണ്. അതേസമയം ഇടുങ്ങിയ സ്ഥലത്ത് പരിപാടി നടത്താൻ പോലീസ് നിർബന്ധിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് TVK പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. 1 ലക്ഷം പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് ഉണ്ടായിട്ടും അതിന് അനുമതി നൽകിയില്ലെന്നും ആരോപണമുണ്ട്. നേരത്തെ തന്റെ പാർട്ടി പരിപാടികൾക്ക് വൈദ്യുതി നൽകുന്നില്ലെന്ന് തുടങ്ങിയ ആരോപണങ്ങൾ വിജയ് ഉന്നയിച്ചു. സെപ്റ്റംബർ 13-ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് വിജയുടെ പാർട്ടി നടത്തുന്ന സംസ്ഥാന പര്യടനം തുടങ്ങുന്നത്. ഇതിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ 23 പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. ഒരു സിനിമാ താരമെന്ന നിലയിൽ വിജയെ കാണാൻ ധാരാളം പേർ എത്തുമെന്നും ഇത്തരം ആൾക്കൂട്ടം അപകടമുണ്ടാക്കുമെന്നും ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് പോലീസിനോട് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതെന്നാണ് സർക്കാരിന്റെ പക്ഷം. അതിന്റെ ഭാഗമായാണ് വിജയ്ക്ക് റോഡ് ഷോ നടത്തുന്നതിന് അനുമതി നിഷേധിച്ചത്. പകരം പ്രത്യേകം ഒരുക്കിയ ബസ്സിലായിരുന്നു വിജയ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. വന്നവരിൽ കുട്ടികൾ മാത്രം 1000-ലേറെ പേർ വരുമെന്നാണ് റിപ്പോർട്ട്. മരിച്ചവരിലുമുണ്ട് 7 കുട്ടികൾ. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ എന്നിവരെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ പ്രത്യേക നിർദ്ദേശവുമുണ്ടായിരുന്നു. എന്നാൽ ശനിയാഴ്ച മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെട്ടത് നിയന്ത്രണങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതിന്റെ തെളിവാണ്. വേദികളിൽ അടിസ്ഥാന വൈദ്യസഹായവും കുടിവെള്ളവും സംഘാടകർ ഉറപ്പാക്കണമെന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ. വേദിക്ക് സമീപം ആംബുലൻസുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സമുണ്ടാക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുകയോ കോളാമ്പി മൈക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നടക്കം അമിത ശബ്ദം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതും സുരക്ഷ മുന്നിൽ കണ്ടായിരുന്നു. പൊതു സ്വകാര്യ സ്വത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സംഘാടകർ ഉത്തരവാദികളായിരിക്കുമെന്നും വ്യവസ്ഥകൾ ലംഘിച്ചാൽ നിയമ നടപടിയെടുക്കുമെന്നും മദ്രാസ് ഹൈക്കോടതിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശനിയാഴ്ച കരൂരിൽ യോഗം നടക്കുന്നതിന് മുന്നോടിയായി TVK ജനറൽ സെക്രട്ടറി ബൂസി ആനന്ദും കർശന നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. വിജയുടെ വാഹനത്തെ ആരും പിന്തുടരരുത്, പരിപാടി നടക്കുന്ന ഇടങ്ങളിലെ സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ, പാലങ്ങൾ, മരങ്ങൾ, വൈദ്യുതി തൂണുകൾ എന്നിവയിൽ കയറരുത് തുടങ്ങിയ നിർദ്ദേശവും ഉണ്ടായിരുന്നു. നേരത്തെ വിജയുടെ പ്രചാരണ യോഗങ്ങൾക്ക് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ ഹൈക്കോടതിയെ ഇവർ സമീപിച്ചിരുന്നു. തുടർന്ന് സംസ്ഥാനത്തുടനീളം പ്രചാരണങ്ങൾ, യോഗങ്ങൾ, റാലികൾ എന്നിവ നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ട് അധിക ദിവസമായിട്ടില്ല.
സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വിജയെ തമിഴ് മക്കൾ കണ്ടത് ജയലളിതയ്ക്ക് ശേഷമുള്ള താരശോഭയുള്ള മുഖ്യമന്ത്രിയായാണ്. 2009 വിജയ് തന്റെ ഫാൻ ക്ലബായ വിജയ് മക്കൾ ഇയക്കം ആരംഭിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘടന AADMK സഖ്യത്തെ പിന്തുണച്ചു. 2021 ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫാൻ ക്ലബ്ബ് മത്സരിച്ച 169 സീറ്റുകളിൽ 115 സീറ്റിലും വിജയിക്കുകയും ചെയ്തു. ശേഷം 2024 ഫെബ്രുവരിയിലാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായി തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തോളം വലിയ ഓളം ഉണ്ടാക്കാൻ പാർട്ടിക്കായില്ലെങ്കിലും പിന്നീട് സ്ഥിതി മാറി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിജയ് കളമറിഞ്ഞ് പണി തുടങ്ങി. അടുത്തിടെ അദ്ദേഹം നടത്തിയ വിവാദ പ്രസംഗങ്ങളും അതിനു പിന്നാലെ പര്യടനത്തിന് തുടക്കം കുറിച്ചതും TVKയെ കൂടുതൽ ജനകീയമാക്കി. സ്റ്റാർട്ടും ആക്ഷനും കട്ടുമില്ലാത്ത രാഷ്ട്രീയത്തിൽ സ്വയം മനസ്സിൽ ആക്ഷൻ പറഞ്ഞ് വിജയ് മുന്നോട്ടു പോയി. ഇതിനിടെയാണ് ഈ അപ്രതീക്ഷിത ദുരന്തമുണ്ടാകുന്നത്. ഇത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ചോദ്യമുന്നിലാക്കുകയാണ്. പാർട്ടി തുടങ്ങിയപ്പോൾ തന്നെ DMKയെ രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചു. BJPയും ശത്രുവാക്കി. നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോടും വെച്ച് പുലർത്തുന്ന ശത്രുത വിജയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. വിജയ് മനസ്സിൽ രാഷ്ട്രീയം കൊണ്ടു നടന്നിരുന്ന കാലത്തും ഒരു സിനിമാ താരമായിരുന്നു. അത് ചുറ്റിലും ആളുകൾ കൂടിയത് സിനിമയിൽ കാണുന്ന വിജയെ നേരിൽ കാണാനായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സ്ഥിതി അതല്ല. രാഷ്ട്രീയത്തിലും വിജയ് താരമാകുമ്പോൾ 2 തരം ആൾക്കൂട്ടമാണ് വിജയ്ക്ക് മുൻപിലെത്തുന്നത്. ഇതിലൊന്ന് ആരാധകരും മറ്റൊന്ന് വിജയുടെ പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നവരും. ഇവിടെ കമൽഹാസൻ പറഞ്ഞൊരു കാര്യം വിജയ് ഓർക്കണം: ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന് വിജയ് പ്രതീക്ഷ വെച്ചു പുലർത്തരുത്. സിനിമ പോലെ തന്നെ ജനവിധിയും ഭാഗ്യവും തുണച്ചാൽ മാത്രമേ രാഷ്ട്രീയ യാത്ര 100 കോടി ക്ലബിൽ എത്തൂ എന്നുള്ള തിരിച്ചറിവ് കൂടി വിജയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സംഭവം നടന്ന ഉടനെ വിജയ് ചെന്നൈക്ക് പോയതും വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാം ദുരന്ത സ്ഥലത്ത് എത്തിയപ്പോഴും വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകരും അവിടെ ഉണ്ടായില്ല. തന്റെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് തുടങ്ങി വിജയ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പങ്കുവെച്ച കുറിപ്പല്ലാതെ മറ്റൊരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. 1992 കുംഭകോണത്ത് നടന്ന മഹാമഹത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പങ്കെടുക്കാനെത്തിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് 50 പേരാണ് മരിച്ചത്. സിനിമയുടെ മായിക പരിവേഷവുമായി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നവർ ജനങ്ങൾക്ക് മുമ്പിൽ വിഗ്രഹങ്ങളുടെ പ്രഭാവത്തോടെയാണ് വിരാജിക്കുന്നത്. ഇവരെ അടുത്തു കിട്ടുമ്പോൾ ജനത്തിന്റെ ആവേശത്തിന് അതിരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ആൾക്കൂട്ട നിയന്ത്രണമില്ലെങ്കിൽ കാര്യങ്ങൾ എപ്പോൾ കൈവിട്ടു പോകുമെന്ന് ചോദിച്ചാൽ മതി. ചെന്നൈയിലും മധുരയിലുമൊക്കെ റാലി നടന്നപ്പോൾ അപായമണി മുഴങ്ങി. പക്ഷെ വിജയുടെ പാടായി എന്ന സമീപനമായിരുന്നു ഭരണകൂടത്തിൽ. ജനം എത്ര കൂടുന്നോ അത്രയും വിജയം അവകാശപ്പെടാമെന്ന ചിന്തയിൽ വിജയിന്റെ കൂടെയുള്ളവരും ഈ കെണിയിലേക്ക് സ്വയം വീണു. കരൂരിൽ മരിച്ചവരെല്ലാം തീർത്തും സാധാരണക്കാരാണ്. നേതാവിനോടുള്ള ആരാധനയിൽ സ്വയം സമർപ്പിക്കുന്ന ഇവരുടെ ജീവന് ഉത്തരം പറയേണ്ട ബാധ്യതയിൽ നിന്ന് വിജയ്ക്കും തമിഴ് ഭരണകൂടത്തിനും ഒഴിഞ്ഞുമാറാനാണ്. അധികാരത്തിലേക്കുള്ള യാത്രയിൽ ഈ രക്തച്ചൊരിച്ചിൽ വിജയെ ദീർഘകാലം പിന്തുടരുമെന്ന കാര്യം ഉറപ്പാണ്. ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങൾ ഇത്തരത്തിൽ ദുരന്തമായി മാറുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിലുണ്ടായ സമാനമായ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1200-ലധികം വരും. ഇത്തരം മരണങ്ങൾക്ക് കാരണം പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന തിക്കും തിരക്കുമല്ലെന്നും മറിച്ച് പ്രോഗ്രസീവ് ക്രൗഡ് കൊളാപ്സ് അഥവാ ക്രൗഡ് ക്ലാഷ് ആണെന്നും ശാസ്ത്രീയ വിശകലനങ്ങൾ പറയുന്നു. ഒരു ചതുരശ്ര മീറ്ററിൽ 6-7 ആളുകൾ കൂടുതൽ തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന കംപ്രസീവ് അസ്ഫിക്സിയ മൂലമാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്. തിക്കിലും തിരക്കിലും ആളുകൾ ചവിട്ടി മെതിക്കപ്പെട്ടല്ല മരിക്കുന്നത്. പകരം അനിയന്ത്രിതമായ ജനസാന്ദ്രത കാരണം നെഞ്ചിലുണ്ടാകുന്ന ശക്തമായ മർദ്ദം മൂലമുണ്ടാകുന്ന കംപ്രസീവ് അസ്ഫിക്സിയാണ് മരണകാരണമാകുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് രാജ്യത്ത് ഈ വർഷം മാത്രം ഉണ്ടാകുന്ന 5ാമത്തെ ദുരന്തമാണ് കരൂരിലേത്. ജനുവരി 29 ഉത്തർപ്രദേശിൽ മഹാകുംഭമേളയ്ക്കിടെയാണ് 2025 ആദ്യ ദുരന്തമുണ്ടാകുന്നത്. മൗനി അമാവാസി ദിവസം പുണ്യസ്നാനം നടത്താൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തിരക്ക് കൂട്ടുന്നതിനിടെ സംഗമ പ്രദേശത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിക്കുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫെബ്രുവരി 15 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടമാണ് അടുത്തത്. അന്ന് തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരിൽ ഭൂരിഭാഗവും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കെത്തിയ തീർത്ഥാടകരായിരുന്നു. ഗോവയിലെ ഷിർഗാവോ ഗ്രാമത്തിലെ ശ്രീ ലൈരായ് ദേവി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിനിടെ പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു മാസത്തിന് ശേഷം ജൂൺ 4 18 വർഷത്തിന് ശേഷമുള്ള ആദ്യ IPL വിജയത്തിന്റെ ആഘോഷത്തിൽ RCB നടത്തിയ പരേഡും ദുരന്തമായി മാറി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം തിക്കിലും തിരക്കിലും പെട്ട് 11 ആരാധകർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ കൊടിയും അതിന്റെ നിറവും ഇരിക്കുന്ന സ്ഥാനവും
ഏതായാലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റുന്ന സംഭവങ്ങൾ കൂടി വരുന്നുവെന്ന് കാണാം. ക്രൗഡ് മാനേജ്മെന്റ് ഉത്തരവാദിത്തം അധികൃതരുടെ തലയിൽ കെട്ടിവെച്ചേക്കാം. ആഴ്ചകൾ നീണ്ട വിവാദങ്ങൾക്ക് ശേഷം ഈ സംഭവം പാടെ മറന്നേക്കാം. എന്നാലും സ്റ്റാലിൻ ഭരിക്കുന്ന സർക്കാരും വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ താരങ്ങളും അതുക്കും മേലെ കിരീടവും ചെങ്കോലവും ഉണ്ടെന്ന് കരുതുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ജനങ്ങളാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഏറ്റവും കയ്യൂക്കുള്ളവർ. അവരുടെ കൈവിരലമർന്നാണ് അധികാര കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഇരിപ്പിടമൊരുങ്ങുന്നത്. ആ ആളുകളുടെ സുരക്ഷയാവണം നിങ്ങൾക്ക് പ്രധാനം. അത് മറക്കുമ്പോഴാണ് കരൂരുകൾ ആവർത്തിക്കപ്പെടുന്നത്.